ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഊട്ടി ട്രിപ്പിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇവിടേക്കാണെന്നല്ലേ നമ്മൾ ഇന്ന് പോകുന്നത് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ്. കോടനാട് വ്യൂ പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കോട്ടഗിരി പട്ടണത്തിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കോടനാട് വ്യൂ പോയിന്റ്. കോട്ടഗിരിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉള്ളിലേക്കാണ് കോടനാട് വ്യൂ പോയിന്റ്. കോടനാട്ടേക്ക് പോകുന്ന വഴികളിൽ ഇരുവശങ്ങളിലായി കാണുന്ന മരങ്ങൾ, അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ, ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വരുമ്പോഴാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള തമിഴകത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ജയലളിതയുടെ കോടനാട് എസ്റ്റേറ്റ് നമ്മൾ കാണാനിടയായത്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിൽ നമ്മൾ ചിലയിടങ്ങളിലൊക്കെ കാട്ടുപോത്തിനെ കാണാൻ സാധിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ പോയ യാത്രയിൽ ഏതായാലും കണ്ടില്ല. അങ്ങനെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടില്ല എന്നുള്ള വിഷമത്തിൽ വന്നപ്പോഴാണ് ഒരു കാട്ടുപന്നിയെ കാണാനിടയായത്. അങ്ങനെ നമ്മൾ കോട്ടഗിരി കോടനാട് റൂട്ടിലൂടെ കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയ ഇതാണ്. കോടനാട് വ്യൂ പോയിന്റ് വാച്ച് ടവർ. വാച്ച് ടവറിന്റെ മുകളിൽ ഒരു ബൈനോക്കുലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ നമുക്ക് മേടനാട് വാട്ടർഫോൾസ് കാണാൻ സാധിക്കും. കോട്ടഗിരിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ കിഴക്കായിട്ട് നീലഗിരിയുടെ കിഴക്കൻ അരികളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സത്യമംഗലം കാടുകളാണ്. ഇതൊരു ടൈഗർ റിസർവ് ആണ്. ഇതിന്റെ ഒരു വശത്തായി നമുക്ക് ഭവാനി സാഗർ ഡാം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എർത്തൻ ഡാമുകളിൽ ഒന്നാണ് ഭവാനി സാഗർ ഡാം. അതുപോലെ തന്നെ ടൂറിസ്റ്റ് സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി പാറകളുടെ സൈഡിൽ ഇരുമ്പ് കമ്പികളും സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കോടനാട് വ്യൂ പോയിന്റ്. കോടനാടിന്റെ പേര് പോലെ തന്നെ കോട നിറഞ്ഞതാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വെയിൽ സമയമായതിനാൽ നമുക്ക് അധികം കോടയൊന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും കോട കാണാമായിരുന്നു. അതുപോലെ തന്നെ കോട അധികം ഇല്ലാഞ്ഞതിനാൽ നമുക്ക് സത്യമംഗലം കാടുകളും ഭവാനി സാഗർ ഡാമും തേങ്കുമർഹട ഗ്രാമവും കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ കോടനാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരികെ കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നു. തിരികെ നമ്മൾ പോകുമ്പോഴാണ് ഈ ദൃശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തേയിലക്കാടുകളുടെയും മലകളുടെയും നടുവിലായി കോടനാട് വ്യൂ പോയിന്റ്. മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു അത്. അങ്ങനെ നമ്മൾ കോടനാടിനോട് വിട പറഞ്ഞുകൊണ്ട് ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്ന ഊട്ടിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും